ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആദൂസ് തനൂസ് വ്ളോഗ്. ഒരു ഗ്യാപ്പിന് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ചെറിയൊരു വിശേഷമുണ്ട്. എൻ്റെ ജന്മനാളാണ്. എൻ്റെ ഈ വർഷത്തെ ജന്മനാളും ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ഒരു ദിവസത്തെ വ്യത്യാസത്തിലാട്ടോ. അത് കാരണം ഏതെങ്കിലും ഒരു ദിവസം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് സെലിബ്രേറ്റ് ചെയ്യാം എന്നായിരുന്നു ഞങ്ങളുടെ പ്ലാനിങ്. അങ്ങനെ നാളിൻ്റെ അന്ന് തന്നെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് അങ്ങനെയൊക്കെയുള്ള പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചാട്ടോ ഇറങ്ങിയത്. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി ചെറിയ രീതിക്ക് സദ്യ പോലെയൊക്കെ ചെയ്തു. പക്ഷേ സദ്യ ആക്കിയില്ല. ഞാനതിനെ പൊതിച്ചോറ് മാതിരി ഉള്ള കറിയെല്ലാം കൂടെ വെച്ചൊരു പൊതിച്ചോറ് മാതിരിയാക്കി. തോരനും അച്ചാറും അവിയലും പരിപ്പും തിരുവനന്തപുരം സ്റ്റൈല് വടയിട്ട കൂട്ടുകറി പപ്പടവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് പൊതിച്ചോറ് പോലെ ഞാനും അതൊരിനും കൂടെ പൊതിച്ചോറായിട്ടോ കഴിച്ചത്. അതിനുശേഷം ചെറിയൊരു വെർമസിൽ പായസം പോലെയൊക്കെ ഉണ്ടാക്കി. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാട്ടോ എൻ്റെ ബർത്ത് ഡേറ്റ് വരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങളെല്ലാവരും കൂടി ഒരു ചെറിയ ഷോപ്പിങ്ങിനൊക്കെ പോകാമെന്നുള്ള പ്ലാനിങ് ഇരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരമാണ് പക്ഷേ ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങിയത്. ഇവിടെ നമ്മൾ മക്കൾക്ക് ഡ്രസ്സ് അധികം അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ വർഷം. അപ്പോൾ അത് കാരണം 1-2 ഡ്രസ്സ് എടുക്കും. കാര്യം ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനോ എന്തെങ്കിലും കാര്യം വരുമ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് ഫംഗ്ഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കാരണം അങ്ങനെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം മക്കൾക്ക് രണ്ടുപേരും കുറച്ച് ഡ്രസ്സ് എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. അപ്പോൾ നമ്മുടെ ഷോപ്പിന് പുറത്ത് ഒത്തിരി സ്വീറ്റ്സ്, ഡ്രസ്സ്, ബുക്സ് അങ്ങനെ ഒത്തിരി ഷോപ്പ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തനൂസിന് അവിടെ നിന്നൊരു സ്വീറ്റ് കൊടുത്തു. പുള്ളിക്കാരി അതൊക്കെ കടിച്ച് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പുറത്തിറങ്ങുന്ന സമയത്ത് അമ്മയ്ക്ക് തന്നെ താഴെയാക്കാൻ വലിയ പേടിയാണ്. തന്നെ തട്ടി വീഴും എന്നുള്ളൊരു പേടി കാരണമാണ്. പക്ഷേ അച്ഛൻ അതിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ. അച്ഛന് തനുവിനെ ഇങ്ങനെ പുറത്ത് ഫ്രീ ആയിട്ട് വിടുന്നതാണ് ഇഷ്ടം. കണ്ടോ, അച്ഛൻ ഇങ്ങനെ തന്നെ എക്സ്കലേറ്റർ വരെ അവളുടെ ഇഷ്ടത്തിൽ നിർത്തിയാണ് അച്ഛൻ കൊണ്ടുപോകുന്നത്. പക്ഷേ നല്ല സേഫായിട്ട് പിടിച്ച് നന്നായിട്ട് കരുതലോടുകൂടി തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഇത് നമ്മൾ അവിടെ ചെന്ന് ഇങ്ങനെ പരതുകാരണം ഏത് ഷോപ്പിൽ കയറും, കുട്ടികളുടെ അഫോർഡബിൾ ആയിട്ടുള്ളതും കൂടെ നോക്കണമല്ലോ. അപ്പോൾ ഇതിന് മുന്നേ ആദൂന് ഈ മാളിൽ ഇവിടെ ഒരു ഷോപ്പിൽ വന്ന് ആദൂന് കുറച്ച് പാൻസ് മാത്രം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് കഴിഞ്ഞ വർഷം ഒരു ഫംഗ്ഷൻ്റെ സമയത്ത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു നമുക്ക് അവിടെ പോവാം, നോക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിന് നോക്കി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ അങ്ങോട്ടാണ് പോയത്. അതിൻ്റെ ഇടയ്ക്ക് ആദൂട്ടിന് അച്ഛൻ ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് ഒന്ന് കൊടുക്കുന്നുണ്ടോ. അത് തനുവിനും കൊടുക്കുന്നുണ്ട്. തനുവിൻ്റെ എക്സ്പ്രഷനാണ് നിങ്ങൾ കണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ഷോപ്പിലെത്തി. തനുവിന് ആദ്യം ഡ്രസ്സ് നോക്കി. തനുവിന് എന്താണെന്ന് അറിയത്തില്ല, ഈ ബ്ലൂ ഫ്രോക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. പല തരത്തിലത് വെച്ച് നോക്കുന്നുണ്ട്. തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ വെച്ച് നോക്കി. അവസാനം അവൾ അതിനെ പിടിച്ച് അപ്പൂൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് അവൾ കൈ വെച്ചേക്കുക. ബില്ലിടുന്ന സമയത്ത് പോലും അവൾ തരാൻ കൂട്ടാക്കിയില്ല. പിന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്താണ് അവളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ച് ബില്ല് ചെയ്തത് കേട്ടോ. പക്ഷേ എനിക്കിഷ്ടമായി. അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. ചെരുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി ചെരുപ്പൊക്കെ എനിക്കിഷ്ടമായി. ഒരു ചെരുപ്പ് ഞാൻ മേടിച്ചു. പിന്നെ ഡ്രസ്സൊന്നും അങ്ങനെ മേടിച്ചില്ല. കാര്യം ഓൾറെഡി നാട്ടിൽ നിന്ന് ഞാൻ വരുന്ന സമയത്ത് കുറച്ച് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഡ്രസ്സൊന്നും എനിക്ക് വേണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡ്രസ്സൊന്നും നോക്കിയില്ല. മക്കൾക്ക് 2 പേർക്കും മാത്രമേ നോക്കിയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആദൂട്ടിന് ഡ്രസ്സ് എടുക്കാനായിട്ട് പോവുക. ആദൂട്ടിൻ്റെ ഡ്രസ്സ് കൂടുതലും അച്ഛൻ്റെ സെലക്ഷനാണ്. അച്ഛൻ്റെ സെലക്ഷൻ ഡ്രസ്സാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ അവരുടെ ഇതാവട്ടെ എന്ന് വിചാരിച്ച് ഞാനങ്ങ് വിട്ടുകൊടുക്കും. അങ്ങനെ ആദൂനും ഡ്രസ്സൊക്കെ എടുത്ത് കേട്ടോ. ആദൂന് കൂടുതലും പാൻസാണ് ആദൂന് വാഴാത്തത്. എത്ര പാൻസ് വാങ്ങിച്ചാലും അതിന് സെറ്റാവത്തില്ല. അങ്ങനെ അതിന് പാൻറ്റും ഷർട്ടും ഒക്കെ വാങ്ങിച്ചു. ഈ കാണുന്നതൊക്കെ വാങ്ങിച്ചു കേട്ടോ. നല്ല രസമുണ്ട്. ഇതൊക്കെ അഫോർഡബിൾ റേറ്റാണ് കേട്ടോ. കൂടെ അതിൻ്റെ കൂടെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളുടെ ഡ്രസ്സായാലും. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന പാൻറ്റും ലെഗിൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ മേടിക്കാനായിട്ട് അതിൻ്റെ അടുത്ത് എൻ്റെ ഷോപ്പിൽ കയറി കേട്ടോ. എൻ്റെ പൊന്നെ എന്ത് കളക്ഷനാണെന്നറിയാമോ. വെറൈറ്റി കളക്ഷൻസ്. ഇല്ലാത്ത കളറില്ല. അവരൊരു ബുക്കിലെറ്റ് തരുന്ന നമ്മുടെ ഇഷ്ടപ്പെട്ട കളറ് നമുക്ക് വേണ്ട കളർ സെലക്ട് ചെയ്താൽ മാത്രം മതിയായിരുന്നു. അപ്പോൾ അതൊക്കെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത അമ്മയ്ക്ക് സാരി വാങ്ങിക്കാനൊക്കെ ആയിട്ട് സൗത്ത് ഇന്ത്യൻ ഷോപ്പിംഗ് മാളിൽ വന്നു കേട്ടോ. എനിക്കിവിടെ വരുന്ന ഏറ്റവും ഇഷ്ടമെന്ന് വെച്ചാൽ ഈ പുറത്ത് കാണുന്ന മിനി സ്റ്റോഴ്സാണ്. കുഞ്ഞു കടയുണ്ട്, കമ്മലിൻ്റെയൊക്കെ. എനിക്കതാണ് ഇഷ്ടം. പക്ഷേ ഞാനിപ്രാവശ്യം ഒന്നും മേടിച്ചില്ല. കാര്യം തനു കയ്യിലിരുന്നത് കാരണം ഒന്നും വാങ്ങിക്കാനൊന്നും പറ്റിയില്ല. ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പുറത്ത് ഇഷ്ടം പോലെ കസേര ഇട്ടിട്ടുണ്ട്. ഈ കൂടെ വന്ന് അടിച്ച് നിൽക്കുന്നവർക്കൊക്കെ പുറത്ത് വന്നിരുന്നൊരു കോഫിയൊക്കെ കുടിച്ചിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് കാണാനുള്ള സൗകര്യമുണ്ട് കേട്ടോ ഇതിൻ്റെ പുറത്ത്. പിന്നെ ഇവിടെ ഗോൾഡ് ഷോപ്പുണ്ട് അപ്പുറത്തായിട്ട് തൊട്ടടുത്ത് തന്നെ. പിന്നെ ഇതുപോലെ ഫാൻസി
പിന്നെ സാരി, എൻ്റെ ദൈവമേ, ഒരു ഫ്ലോർ ഫുള്ള് സാരി. ഒരു ഫ്ലോർ എന്ന് പറയത്തില്ല, തൊട്ട് മുകളിലത്തെ ഫ്ലോറിൽ ഹാഫ് സാരിയുണ്ട്. സാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ കിളി പറ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല കിടിലൻ കളക്ഷൻസ് ആയിരുന്നു എല്ലാം. ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ ബഡ്ജറ്റ് പറയുമ്പോൾ അവർ നമ്മളെ അവിടെ കൊണ്ടുപോയി നമുക്ക് ഓരോന്നിട്ട് കാണിച്ചു തരുമായിരുന്നു. ഉണ്ട് കേട്ടോ, എനിക്ക് അതിനെപ്പറ്റിയൊന്നും കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ 3 സാരി 4 സാരിയൊക്കെ നമുക്ക് ഈ സെയിലെടുക്കാൻ പറ്റും. അങ്ങനെ അമ്മയുടെ സാരി ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ തനുവിന് ഉറക്കം വരുന്നു, വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നു. അങ്ങനെ പിന്നെ അമ്മയുടെ ബ്ലൗസും കൂടെ എടുത്തിട്ട് നമ്മൾ തനുവിന് ഇതൊക്കെ കൊടുക്കാൻ പോയി. അപ്പോൾ അവിടെ അച്ഛനും മക്കളും കൂടെ അച്ഛന് ഷർട്ട് എടുക്കാനായിട്ട് പോകും. അച്ഛൻ ഇയർലി വൺസ് അല്ലെങ്കിൽ 2 ടൈംസ് അപ്പോഴൊക്കെ അച്ഛൻ ഷർട്ട് എടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് എടുത്ത് വെക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി ഡ്രസ്സ് എടുക്കുന്നതെന്ന് അച്ഛന് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് പുള്ളിക്കാരൻ എടുക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ളത് 4 ഷർട്ടൊക്കെ എടുത്ത് 4-5 ഷർട്ടൊക്കെ എടുത്ത് വെക്കും. അപ്പോൾ അതൊക്കെ അച്ഛൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ കുറച്ച് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ വന്നു. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ അതും ഈ ഇങ്ങനെ കവറിലിങ്ങനെ പറക്കിയിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും ഇങ്ങനെ ഓരോന്ന് കണ്ട് ഇതെന്തോ സാധനം അതെന്തോ സാധനം എന്ന് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണമല്ലോ. സമയം ഇപ്പം തന്നെ ഓൾമോസ്റ്റ് 10 മണി 10-10:30 കഴിഞ്ഞു. നമുക്ക് ഈ രാത്രി സഞ്ചാരിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം എന്ത് കഴിക്കുമെന്നുള്ള ആലോചനയുടെ അവസാനമായിട്ട് നമ്മൾ ടിഫിൻ കഴിക്കാം എന്നതിലെത്തി. പക്ഷേ ടിഫിൻ കഴിക്കുന്നതിന് മുന്നേ എല്ലാവർക്കും ഇച്ചിരി വെള്ളം എന്തെങ്കിലും കുടിക്കണം, ജ്യൂസ് ടൈപ്പ് എന്തെങ്കിലും കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു ജ്യൂസ് ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ജ്യൂസും കുടിച്ചിട്ട് നമ്മൾ ടിഫിൻ കഴിക്കാനായിട്ട് പോയി കേട്ടോ. ഇഡ്ഡലി, ചമ്മന്തി, സാമ്പാർ, വട അതൊക്കെയായിരുന്നു. അതിന് പൂരി മതി എന്ന് പറഞ്ഞിട്ട് ഞാനും അതും കൂടെ പൂരിയൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ കേക്ക് കട്ടിങ്ങൊന്നും വേണ്ട, അല്ലെങ്കിൽ നാളെ ആകട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോൾ ഏട്ടൻ സർപ്രൈസായിട്ട് എനിക്കൊരു കേക്ക് മേടിച്ചു തന്നു. അതുമൊക്കെ ഉറങ്ങുക കേട്ടോ. പുള്ളിക്കാരൻ രാത്രി പറയാണ്ട് മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ ഞാനും തനു എൻ്റെ തോളിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ കേക്ക് കട്ട് ചെയ്ത് സംഭവം എടുത്തപ്പോൾ ആദ്യമേ എല്ലാം അങ്ങ് തറയിൽ പോയി. എന്തായാലും കുഴപ്പമില്ല പോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേക്ക് എടുത്ത് കഴിച്ചു. നല്ല കേക്കായിരുന്നു, റെഡ് വെൽവെറ്റിൻ്റെ കേക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഒത്തിരി ഹാപ്പിയായി. അപ്പോൾ ഈ വർഷത്തെ എൻ്റെ ബർത്ത്ഡേ അങ്ങനെ ഇങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. ഈ ഓഗസ്റ്റിൽ ഒത്തിരി ചെറിയ ചെറിയ വിശേഷങ്ങളുള്ള ഓഗസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.